പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലവ്ലി ഷൗട്ട്സിൻ്റെ LDC LP UP പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10 മലയാളം ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2021 LDC മെയിൻ എക്സാമിൽ ചോദിച്ച 10 മലയാളം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പൂരണി തദ്ധിതത്തിനൊരു ഉദാഹരണം. താഴെ തന്നിരിക്കുന്നവയിൽ പൂരണി തദ്ധിതത്തിനൊരു ഉദാഹരണം ഏതാണ്? പൂരണി തദ്ധിതത്തിനൊരു ഉദാഹരണം ഓപ്ഷൻസ് ആണ്: കള്ളത്തരം, ഒന്നാമൻ, മിടുക്കി, നല്ലവൻ. ഇതിലേതാണ് പൂരണി തദ്ധിതത്തിനൊരു ഉദാഹരണം? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒന്നാമൻ. ഒന്നാമൻ എന്നതാണ് പൂരണി തദ്ധിതത്തിന് ഉദാഹരണമായിട്ടുള്ളത്. ഒന്നാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താമര പ്ലസ് കുളം ഇവ ചേർത്തെഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു? താമര പ്ലസ് കുളം ഇവ ചേർത്തെഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ദ്വിത്വസന്ധി. ദ്വിത്വസന്ധിയാണ് താമര പ്ലസ് കുളം, താമരക്കുളം. ഇത് ദ്വിത്വസന്ധിയാണ്, താമരക്കുളം. താമരക്കുളം എന്നുള്ളത് ദ്വിത്വസന്ധിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക. ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്. ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് എന്നതാണ് ശരിയായ ഭാഷാ പ്രയോഗം. ഓപ്ഷൻ എ നോക്കാം. പ്രളയബാധിതരായിട്ട് ഏകദേശം 50ഓളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. തെറ്റാണ്. ഏകദേശം 50ഓളം പേർ. രണ്ടും സെയിം തന്നെയാണ്, അപ്പോൾ അത് പാടില്ല. ഏകദേശം 50ഓളം പേർ. നെക്സ്റ്റ്, ഏകദേശം 50ഓളം പ്രളയബാധിതർ ക്യാമ്പുകളിലായിട്ട് കഴിയുന്നുണ്ട്. അതിലും ആ രണ്ട് വാക്കും റിപ്പീറ്റ് ചെയ്തു. നെക്സ്റ്റ്, ക്യാമ്പുകളിലെ പ്രളയബാധിതരായി ഏകദേശം 50ഓളം പേർ കഴിയുന്നുണ്ട്. ഇവിടെയും സെയിം, ഏകദേശം 50ഓളം പേർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്. 50ഓളം എന്ന് പറഞ്ഞതിൽ തന്നെ ഏകദേശം എന്ന മീനിങ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്. 93ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം എന്ത്? ആൻസർ ഓപ്ഷൻ എ ആണ്, വളരെ സംഗ്രഹിക്കുക. വളരെ സംഗ്രഹിക്കുക, അതായത് ചുരുക്കുക, വളരെ ചുരുക്കുക എന്നതാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം. ഓപ്ഷൻ എ, വളരെ സംഗ്രഹിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സൂര്യൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സൂര്യൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: ആദിത്യനുണ്ട്, അരുണനുണ്ട്, സോമനുണ്ട്, ആര്യമാവുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, സോമൻ. 95ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. സൂര്യൻ്റെ പര്യായ പദമല്ലാത്തത് സോമൻ എന്നാണ്. ആദിത്യനും അരുണനും ആര്യമാവും ഒക്കെ സൂര്യൻ്റെ പര്യായ പദമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കടൽ തീരത്ത്. കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. കടൽ തീരത്ത് എഴുതിയിരിക്കുന്നത് OV വിജയനാണ്. OV വിജയൻ്റെ കൃതിയാണ് കടൽ തീരത്ത്. വെള്ളായിയപ്പൻ കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, PC ഗോപാലൻ. PC ഗോപാലനെയാണ് നന്ദനാർ എന്നറിയപ്പെടുന്നത്. PC ഗോപാലനാണ് നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓടക്കുഴൽ. ഓടക്കുഴലാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി.
ഓടക്കുയിൽ എഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ്. 1965 ഓടക്കുയലിന് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച കൃതിയാണ് ഓടക്കുയൽ. ഓടക്കുയൽ എഴുതിയിരിക്കുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. 1965 ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുയലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം. മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ക്രൊക്കഡൈൽ ടിയേഴ്സ്. ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്നതാണ് മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം. ക്രൊക്കഡൈൽ ടിയേഴ്സ്. ഓപ്ഷൻ എ ക്രൊക്കഡൈൽ ടിയേഴ്സ്. മുതലക്കണ്ണീർ, ക്രൊക്കഡൈൽ ടിയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അഖിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം. അഖിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ വിവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഖിലസ് ഹീൽ. അഖിലസ് ഹീൽ എന്നതാണ് അഖിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം. അഖിലസ് ഹീൽ. ഓപ്ഷൻ ഡി, അഖിലസ് ഹീൽ, അഖിലസിൻ്റെ ഉപ്പൂറ്റി. അഖിലസ് ഹീൽ എന്ന് പറയുന്നത് ദൗർബല്യം എന്നാണ്. ദൗർബല്യം അല്ലെങ്കിൽ വീക്ക്നെസ്, എ വീക്ക്നെസ് അല്ലെങ്കിൽ ദൗർബല്യത്തെയാണ് നമ്മൾ അഖിലസ് ഹീൽ എന്ന് പറയുന്നത്. അഖിലസിൻ്റെ ഉപ്പൂറ്റി എന്നാണ് അതിൻ്റെ മലയാള വിവർത്തനം. അഖിലസിൻ്റെ ഉപ്പൂറ്റി എന്നതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് അഖിലസ് ഹീൽ, എ വീക്ക്നെസ് അല്ലെങ്കിൽ ദൗർബല്യം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 10 മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.